സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു സോഷ്യലിൻ്റെ സ്റ്റഡി ടിപ്സിനെ പറ്റിയിട്ടും മാപ്സിനെ പറ്റിയിട്ടുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റഡി ടിപ്സിനെ പറ്റിയിട്ട് എനിക്ക് സ്റ്റഡി ടിപ്സ് എന്ന് പറയാൻ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് യു ഗൈസ്, പക്ഷേ എനിക്ക് സത്യത്തിൽ അത് റിലേറ്റബിൾ ആയിട്ടുണ്ട്. എനിക്ക് കുറേ ആയിട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് MCQസിലാണ് ഞാൻ നിങ്ങൾക്കൊരു സ്റ്റഡി ട്രിക്ക് തരാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് MCQസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ അവരൊരു കോമ്പറ്റേറ്റീവായിട്ടും ട്രിക്കി ആയിട്ടുമായിരിക്കും ചോദിക്കുന്നത് MCQസ് മോസ്റ്റ്ലി മോസ്റ്റ് പ്രോബബ്ലി അവരങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് 8th ക്ലാസ്സിൽ 9th ക്ലാസ്സിലൊക്കെ ചെയ്തിട്ട് എന്തായിരുന്നെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമായിരുന്നു. ഗൂഗിളിൽ സോഷ്യൽ സയൻസ് ഏതെങ്കിലും ചാപ്റ്റർ അടിച്ചു കൊടുക്കുക, നാഷണലിസം ഇൻ ഇന്ത്യ MCQs. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളിങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ടച്ച് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കുറേ MCQs വരും. അപ് ടു 20 വരും. നിങ്ങൾക്ക് എത്ര വേണോ അത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ 20 വരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോവും. ഞാൻ ജസ്റ്റ് എക്സാമിന് മുമ്പേ ആയിരിക്കും പഠിക്കുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോകുമ്പം ഇതേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സത്യത്തിൽ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. പക്ഷേ എനിക്ക് മനസ്സിൽ തോന്നിയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് മൊത്തത്തിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അതിൻ്റെ ആൻസർ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആൻസറും റീഡ് ചെയ്യുക. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടയോ അതല്ലാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് റീഡ് ചെയ്യുക ആൻഡ് ആൻസർ അതിൻ്റെ കൂടൊപ്പം തന്നെ റീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ പോവുക. എല്ലാ ചാപ്റ്റേഴ്സും വേണമെങ്കിൽ അത്രയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പോവുക. എക്സാമിന് നിങ്ങൾക്ക് പേപ്പർ കിട്ടുമ്പം അതേ കണക്കത്തെ ക്വസ്റ്റ്യനും അതേ കണക്കത്തെ ആൻഡ് അതേ കണക്കത്തെ ഓപ്ഷൻസ്. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ കുറച്ച് സന്തോഷം വരുന്നുണ്ട്. ആൻഡ് ആൾസോ എനിക്കിപ്പോൾ ബോർഡ് എക്സാം ആയതുകൊണ്ട് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ നേരത്തെ പഠിച്ചതുപോലെ തന്നെ എനിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിൽക്കൂടെ ഈ ഒരു ട്രിക്ക് ഷെയർ ചെയ്യാമെന്ന്. ഇപ്പോൾ നിങ്ങൾക്കിത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എൻ്റെ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ മാപ്സിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി എനിക്ക് മാപ്പ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രീവിയസ്ലി ആസ്ക്ഡ് മാപ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ സാമ്പിൾ പേപ്പർ സോൾവ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ 5 to 7 സംതിങ് അങ്ങനത്തെ സാമ്പിൾ പേപ്പർ ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഓരോ ടോപ്പിക് വൈസും മാപ്പ് ചെയ്യാൻ തുടങ്ങി. സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജി പാർക്സ്, അഗ്രികൾച്ചർ, ക്രോപ്സ്, അങ്ങനെ കുറച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഡാംസ്, അങ്ങനെ ഞാനിങ്ങനെ ഓരോ മാപ്സിലും ചെയ്യാൻ തുടങ്ങി. ആൻഡ് എനിക്ക് ചെയ്തപ്പം ആക്ച്വലി ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. ആൻഡ് ആൾസോ നമുക്കിപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. ഫസ്റ്റ് നിങ്ങൾക്ക് മാപ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് എവിടെയാണെന്ന് അറിയണം. എനിക്ക് അറിയാം ഇപ്പോൾ 10th ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഒരു ഒരു അറിവുണ്ടെന്ന് അറിയാം. എന്നാലും ഒന്ന് പറയായിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റൊക്കെ ഇവിടെ ലൊക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് പഠിക്കുക. ആൻഡ് ആഫ്റ്റർ നിങ്ങൾ ഓരോ ടോപ്പിക്സ് എടുത്തിട്ട് പഠിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആൻഡ് ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ്ലി മൊത്തത്തിലുള്ള മാപ്സ് എന്ന് വെച്ചാൽ ഞാൻ 6 to 7 ടോപ്പിക്സ് എടുത്തിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ എല്ലാം കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം PDF ആയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ആൾസോ ഞാൻ മാപ്പിൽ കുറച്ച് ചെയ്യുന്നുള്ളൂ. ബട്ട് ഞാനൊരു പേപ്പറിൽ A4 ഷീറ്റിൽ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററിയും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും പോയി നോക്കാൻ മറക്കരുത്. നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. ആൻഡ് ഞാൻ ഈ ഒരു മാപ്പിൻ്റെ ഫോട്ടോയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്, ഞാൻ പിങ്ക് കളറും ബ്ലൂ കളറും വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ എനിക്ക് ഫീൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്സാണ് ഞാൻ പറയുന്നത്. പ്രീ ബോർഡ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനത്തെ പ്രീ ബോർഡ്സും PT പീരിയോഡിക് ടെസ്റ്റും മന്ത്ലി ടെസ്റ്റ് ഇതിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്, ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്കും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നോക്കുക. ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. സോ ബൈ ഗൈസ്.